നമസ്കാരം, മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പുളിന്താനം പാടശേഖരത്തിൽ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണിക്കുട്ടി ജോർജ് ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികളടക്കം നിരവധി പേർ പങ്കെടുത്തു. പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ പുളിന്താനം പാടശേഖരത്തിൽ കൊയ്ത്തുത്സവം നടത്തി. പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് വർഗീസ് മേലത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണിക്കുട്ടി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. പുളിന്താനം പാടശേഖരത്തെ പോത്താനിക്കാടത്തെ പുളിന്താനം പാടശേഖരത്തെ കൊയ്ത്തുത്സവമാണ് ഇന്ന് കഴിഞ്ഞത്. നമുക്ക് വളരെ സന്തോഷമുണ്ട്. നാട്ടുകാരുടെ വലിയൊരു ആഘോഷമായിട്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യം കൈരളി വായനശാലയുടെ നേതൃത്വത്തിൽ ഇവിടെ ഉമാ നെല്ലാണ് കൃഷി ചെയ്തത്. നല്ല മികച്ച വിളവാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം ഈ ഒരു പാടശേഖരം കഴിഞ്ഞ കുറേ നാളായിട്ട് കൃഷി ചെയ്യാനുള്ള ഇതിൻ്റെ സൈഡ് ഭിത്തി ബണ്ട് ബലപ്പെടുത്തുക എന്നൊരു ആവശ്യമുണ്ടായിരുന്നു. അത് നമുക്ക് വളരെ സക്സസ്ഫുള്ളായിട്ട് അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ആ ഒരു പണി പൂർത്തിയാകുന്നതോടുകൂടി മറ്റുള്ള ഈ പാടശേഖരം മുഴുവനായിട്ടും കൃഷിയോഗ്യമാക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കും എന്നതാണ് നമുക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാലി ഐപ്പ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിന അലി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിനു മാത്യു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ആനിസ് ഫ്രാൻസിസ്, നിസാമോൾ ഇസ്മായിൽ, ഗ്രാമപഞ്ചായത്ത് അംഗം സജി കെ വർഗീസ്, പാടശേഖര സമിതി സെക്രട്ടറി PV വർഗീസ്, കൈരളി വായനശാല പ്രതിനിധി പോൾ സി ജേക്കബ്, കർഷക പ്രതിനിധികൾ, കൃഷി ഓഫീസർ സണ്ണി KS, കൃഷി അസിസ്റ്റന്റുമാരായ സുഹറ TM, ഷെറീന KP തുടങ്ങിയവർ പങ്കെടുത്തു. പോത്താനിക്കാട് പഞ്ചായത്തിലെ പുളിന്താനം പാടശേഖരത്തിൻ്റെ കൊയ്ത്തുത്സവമാണിന്ന്. വളരെ സന്തോഷമുണ്ട്. പുളിന്താനം പാടശേഖരത്തിൻ്റെ 25 ഏക്കർ സ്ഥലത്ത് ഇന്നിവിടെ വിളവെടുപ്പ് ഉത്സവമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ വർഷം കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുവാനായിട്ട് സാധിച്ചു. പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് 2023-24 സാമ്പത്തിക വർഷത്തെ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ നെൽകൃഷിക്കാർക്കും അർഹമായ സബ്സിഡികൾ കൊടുക്കുകയും അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് കൂടുതൽ ഈ പാടത്തിൻ്റെ സൈഡുകളെല്ലാം വെള്ളം പാടത്തേക്ക് ഇറങ്ങുന്നത് കൊണ്ട് അതെല്ലാം കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 15 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് ഈ വർഷം അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗികമായിട്ടുള്ള പണികൾ പൂർത്തീകരിച്ചു. ബാക്കിയുള്ള ഭാഗങ്ങൾ ഉടനെ തന്നെ പൂർത്തീകരിക്കുന്നതാണ്. അങ്ങനെ അത് മുഴുവൻ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പുളിന്താനം പാടശേഖരം മുഴുവൻ കൃഷി യോഗ്യമാക്കി തീർക്കും. അങ്ങനെ പോത്താനിക്കാട് പഞ്ചായത്തിൽ തരിശായി കിടക്കുന്ന മുഴുവൻ കൃഷിഭൂമിയും നെൽകൃഷി ചെയ്യുവാനായിട്ടുള്ള പരിപാടിയുമായിട്ട് പഞ്ചായത്ത് മുന്നോട്ട് പോകുകയാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.